ഹലോ ഫ്രണ്ട്സ്, നല്ല പനിയായിട്ടിരിക്കുക ഫ്രണ്ട്സ്. അപ്പം രാവിലത്തെ കുറച്ച് പുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. വിശന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതേ മുട്ടയും തേങ്ങയും സവോളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലത്തെ പുട്ട്, കുറച്ച് പുട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ബീഫ് കറി ഉണ്ട്, അതുകൊണ്ട് ഞാൻ മസാലപ്പൊടികളും ഒന്നും ചേർക്കാത്ത കേട്ടോ, അല്ലെ മസാലപ്പൊടികളൊക്കെ ചേർക്കണം. ഞാനിപ്പം ബീഫിന്റെ ഗ്രേവിയിലെ ഇടുന്നത് കൊണ്ട് ചേർക്കാത്തതേ. അപ്പൊ ഒരു പാൻ വെച്ചത് നല്ല കുറച്ചങ്ങ് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം, ടേസ്റ്റ് കൂടട്ടെ. ഞാൻ കടുകും ഇടുന്നില്ല, കാരണം ബീഫില് കടുകൊക്കെ ഇട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ്റെ ഇല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. കാരണം വേറെ തക്കാളി ഒന്നും ഞാൻ എടുത്തിട്ടില്ല, സബോള മാത്രമേ എടുത്തിട്ടുള്ളൂ. സബോളയും ബീഫിലുള്ളതാണ്, ശരി ശകലം ഇരുന്നോട്ടെന്നോർത്ത് ഇട്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഐറ്റംസ് ഇതിനകത്ത് ഇടുന്നില്ലെങ്കിലും സംഗതി നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടയും പുട്ടും ബീഫിന്റെ ഗ്രേവി. ഇപ്പൊ ബീഫ് ഇട്ടില്ലെങ്കിലും മുട്ടയും സബോളയും തക്കാളിയും കുറച്ച് നമ്മുടെ മീറ്റ് മസാലയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. 2 മുട്ട ഞാൻ ഇതിനു വേണ്ടി എടുത്തത്, ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചതാണ്. ഇത് നല്ലപോലെ നമുക്ക് ചിക്കി എടുക്കാം. ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ പറ്റിയ ഐറ്റമാണ്. ഇവിടെ ഒത്തിരി എരിവ് ഞാൻ ചേർക്കുന്നുമില്ല, ബീഫിന്റെ ഗ്രേവി കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം ഇവിടെ ഉണ്ണിമോക്ക് ഒത്തിരി എരിവ് പറ്റത്തില്ല. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടില് തേങ്ങ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ തേങ്ങ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെയൊക്കെ പല രീതിയിലും ഉണ്ടാക്കും. ചിലപ്പോൾ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ഇടും, ചിക്കൻ കറിയുടെ ഇരിക്കുവാണെങ്കിൽ ചിക്കൻ കറി ഒഴിക്കും. ഇന്നിപ്പോൾ ബീഫ് ആയതുകൊണ്ട് ബീഫ് എടുത്തിട്ടു. ബീഫിൽ കുരുമുളകും ഒക്കെ ഇട്ടതായതുകൊണ്ട്, ഗരം മസാല മീറ്റ് മസാല ഒക്കെ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ മസാല പിന്നെ പ്രത്യേകിച്ച് ഇതിലേക്ക് ഇടാത്തത്. അങ്ങനെ ഇത്ര ഇടുന്നുള്ളൂ. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പൊ നമ്മളെ ഇത് സെറ്റായിട്ടുണ്ട്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ അതിൻ്റെ ഒരു കട്ടൻ ചായയുടെ കൂടുതലൊക്കെ ഒരു പിടി പിടിച്ചാൽ സൂപ്പറാണ്. തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം, തൊണ്ടയൊക്കെ അടങ്ങിയിരിക്കുക. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.